ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ദന്തഭക്തൻ, വിദുരഥൻ എന്നിവരുടെ വധം നമ്മൾ കണ്ടു. ഇനി രോമകർഷന്റെ വധത്തെ പറ്റിയാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാൻ ബലരാമൻ ഒരു മഹായാഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയപ്പോൾ അവിടെ മറ്റെല്ലാവരും രോമകൃഷ്ണൻ ഒഴിച്ച് ബാക്കി എല്ലാ പണ്ഡിതന്മാരും മഹാത്മാക്കളും ഭഗവാന്റെ വരവിനെ ആദരിച്ചു, അർഘ്യപാദാദികൾ ചെയ്തു, ആദരിച്ചു, ബഹുമാനിച്ചു. പക്ഷെ രോമകൃഷ്ണൻ എന്ന പണ്ഡിതൻ മാത്രം ഭഗവാനെ കണ്ടിട്ട് എഴുന്നേക്കാൻ പോലും തയ്യാറായില്ല. ഒരു ബ്രാഹ്മണന് യോജിച്ച വിനീതമായ പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവില്ല ഇവനിൽ നിന്ന് ബലരാമൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനിയാകാൻ പോലും അർഹതയില്ലാത്തയാള് ബ്രഹ്മജ്ഞാനിയായി എന്ന് മാത്രമല്ല, എന്നിട്ട് ഒരു പ്രത്യേക സ്ഥാനത്ത് എല്ലാവരുടെയും അഗ്രസ്ഥാനത്ത് ഇരുത്തിയിട്ട് അതനുസരിച്ചുള്ള വിനയവും വിദ്യയുടെ ശ്രേഷ്ഠതയും ഒന്നും പ്രകടമാക്കാത്തത് കൊണ്ട് ഈ ബ്രാഹ്മണനെ വധിക്കുകയാണ് വേണ്ടത് എന്ന് ബലരാമൻ തീരുമാനിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഭഗവാൻ ബലരാമൻ ചെയ്തത്. കാരണം ധർമ്മതത്വങ്ങളുടെ പുനഃസ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ മുഖ്യ ധർമ്മവും. ഇതൊക്കെ പരിഗണിച്ച് അദ്ദേഹം രോമകർഷൻ എന്ന സൂതനെ കേവലം പുൽത്തലപ്പ് മാത്രമായ കുശത്തുരുമ്പ് കൊണ്ട് വധിച്ചു. ഭഗവാൻ ബലരാമന് ഒരു കുശപ്പുല്ലുകൊണ്ട് രോമകർഷ സൂതനെ വധിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം പ്രഭു എന്ന പദപ്രയോഗത്തിലെ അതിന് മറുപടി പറയുന്നുണ്ട്. ഭഗവാന്റെ നില എപ്പോഴും അതീന്ദ്രിയമാണ്. അദ്ദേഹം സർവശക്തനാകയാൽ ഭൗതിക നിയമങ്ങൾക്കും തത്വങ്ങൾക്കും വിധേയനാകാതെ സ്വന്തം ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. ഇങ്ങനെ കേവലം ഒരു കുശപ്പുല്ലുകൊണ്ട് തന്നെ അദ്ദേഹം രോമകർഷണ സൂതനെ വധിച്ചു. അതുകൊണ്ട് ഭഗവാൻ ഇത് സാധിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. സാന്നിധ്യമാത്രം കൊണ്ട് തന്നെ ഭഗവാൻ എന്തും ചെയ്യാൻ സാധിക്കും എന്നതാണ് സത്യം എന്നർത്ഥം. രോമകർഷണ സൂതന്റെ മരണത്തിൽ അവിടെ സന്നിഹിതരായിരുന്നവർ മുഴുവൻ അത്യധികം ദുഃഖിതരായി. അവിടെ അലമുറയും നിലവിളിയും ഉയർന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്കും ഋഷിമാർക്കും ഭഗവാൻ ബലരാമൻ പരമപുരുഷനാണെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പ്രതിഷേധം കാണിക്കാൻ അവർ ഒട്ടും സങ്കോചം കാണിച്ചില്ല. അവർ വിനയപുരസ്കാരം അറിയിച്ചു. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ പ്രവൃത്തി ധർമ്മതത്വങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ഞങ്ങൾ കരുതുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ യദുനന്ദന, ഈ മഹായാഗം കഴിയുന്നത് വരെ ബ്രാഹ്മണരായ ഞങ്ങൾ ഒത്തുചേർന്നാണ് രോമകർഷണസൂതനെ ആ സമുന്നത സ്ഥാനത്തേക്ക് നിയോഗിച്ചതെന്ന് അങ്ങയെ അറിയിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വ്യാസാസനത്തിൽ ഉപവിഷ്ടനായത്. വ്യാസാസനത്തിൽ ഉപവിഷ്ടനാക്കപ്പെട്ടപ്പോൾ ഏതെങ്കിലും വ്യക്തിയെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നത് തികച്ചും അനുചിതമാണ്. അതിന് ഉപരിയായിട്ട് പ്രതിബന്ധരഹിതമായിരിക്കുന്ന ഒരു ജീവിതകാലമാണ് ഞങ്ങൾ രോമകർഷണസൂതന് നൽകിയത്. ഈ പരിതസ്ഥിതികളിൽ ഈ വക വസ്തുക്കളൊന്നും ഗ്രഹിക്കാതെ ഭഗവാൻ അദ്ദേഹത്തെ വധിച്ച് ഇരിക്കുന്നതിനാൽ അങ്ങയുടെ പ്രവൃത്തി ബ്രാഹ്മണ ഹത്യക്ക് തുല്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, പതിതാത്മാക്കളുടെ രക്ഷക വേദതത്വങ്ങളെല്ലാം അറിയുന്നവനാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം. ദിവ്യശക്തികളുടെ ഒക്കെ അധീശനാണ് അങ്ങ്. അതിനാൽ സാധാരണ നിലയിൽ വൈദിക ശാസനങ്ങളൊന്നും അങ്ങയ്ക്ക് ബാധകമല്ല. എങ്കിലും രോമകർഷണസൂതന്റെ വധത്തിന് പ്രായശ്ചിത്തം ചെയ്ത് അവിടുത്തെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ വധിച്ചതിന് എന്ത് പ്രായശ്ചിത്തമാണ് അവിടുന്ന് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. മറ്റുള്ളവർക്ക് അങ്ങയുടെ നടപടി പിന്തുടരാൻ കഴിയും വിധം എന്തെങ്കിലും പ്രായശ്ചിത്തം കർമ്മം അങ്ങ് സ്വീകരിക്കണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മഹാന്മാർ
ചെയ്യുന്നത് സാധാരണക്കാരൻ പിന്തുടരുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ബ്രഹ്മജ്ഞാനിയായിരുന്നു. ബ്രാഹ്മണരും മഹാത്മാക്കളും എല്ലാവരും ചേർന്നിട്ടാണ് ഈ രോമഹർഷസൂതനെ കർമ്മത്തിൻ്റെ പ്രധാനിയായിക്കൊണ്ട് വ്യാസപീഠത്തിൽ ഇരുത്തിയത്. രോമഹർഷൻ്റെ എന്നാൽ ഇത് അഹിതമായിട്ട്, ഇപ്പം മനുഷ്യനായിട്ട് അവതരിച്ച ഈശ്വരന് പോലും തന്നെ ബഹുമാനിക്കാതിരുന്ന, അവഗണിക്കപ്പെട്ടാൽ അതിൻ്റേതായ ആ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കാണിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബലരാമൻ മനുഷ്യനായിട്ട് ജനിച്ചിട്ടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചിട്ടും ഒന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പോലും പങ്കെടുക്കുമ്പം അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബലരാമൻ ഒളിച്ചോടുകയാണ് ചെയ്തത്. അപ്പം ഏട്ടൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്രീകൃഷ്ണനെ പോലും നയിക്കേണ്ട ആളാണ്. അവിടെ നിഷ്പക്ഷമായിട്ട് ഭഗവാൻ തീരുമാനിച്ച ആ സ്ഥാനം വഹിച്ചുകൊണ്ട് ഭഗവാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ട് ഒരു സാരഥിയുടെ രൂപത്തിലെങ്കിലും അവിടെ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ദ്വാരകയിലെ മുഴുവൻ സൈന്യത്തെയും മറുപക്ഷത്തേക്കും കൊടുത്തു. അപ്പം നിഷ്പക്ഷമായിട്ടൊരു തീരുമാനമെടുത്തു എന്ന് പറയാം. പക്ഷെ ആ സമയത്ത് ബലരാമൻ അവിടെ നിന്ന് ഇതൊന്നും കാണാനും കേൾക്കാനും ഇടവരുത്താതെ ഞാൻ നിഷ്പക്ഷവാദിയാണ് എന്ന് തെളിയിക്കുന്നതിന് രൂപത്തിലാണ് അവിടെ നിന്ന് പലായനം ചെയ്ത് തീർത്ഥാടനത്തിൽ നിന്നുള്ള ഭാവനയിൽ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഒരു പ്രത്യേക മഹായാഗം നടക്കുന്ന സ്ഥലത്ത്, തീർത്ഥസ്ഥാനത്തെത്തി. അവിടെ എത്തിയിട്ട് ബ്രാഹ്മണരും പണ്ഡിതന്മാരും മഹാത്മാക്കളും എല്ലാം ചേർന്നിട്ട് ഒരു മഹായാഗം നടത്തുന്നു. അതിൽ വ്യാസാസനത്തിൽ ഇരുത്തിയത് രോമകൃഷ്ണൻ എന്ന പണ്ഡിതനായിരിക്കുന്ന സൂതനെയാണ്. എന്നാൽ ബാക്കി എല്ലാവരും ബലരാമനെ ബഹുമാനിച്ചു, ആദരിച്ചു, അർഘ്യപാദാദികളൊക്കെ ചെയ്തു. നമസ്കരിക്കേണ്ടവർ നമസ്കരിച്ചു. പക്ഷേ രോമകൃഷ്ണൻ ആസനത്തിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹം ഭഗവാനെ കണ്ടതായിട്ട് പോലും നടിച്ചില്ല. എഴുന്നേറ്റ് ആദരിക്കുകയോ അർഘ്യപാദാദികൾ ചെയ്യുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് ആ സാധാരണ മനുഷ്യർക്കുണ്ടായിരുന്ന സ്വഭാവം ബലരാമനും കാണിച്ചു. അത് അത്ര പിടിച്ചില്ല. ബലരാമന് അത് പിടിക്കാത്തത് കൊണ്ട്, എന്നാൽ ഈശ്വരനാണ് താനും. അപ്പൊ ബ്രഹ്മചാരിയായിട്ട് ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ ഈ രോമഹർഷസൂതൻ യോഗ്യനല്ല എന്ന് കണ്ടുകൊണ്ട് നിഷ്കരണം ഒരു കുശപ്പുല്ലുകൊണ്ട് ആ ബ്രഹ്മചാരിയെ വധിച്ചു കളഞ്ഞു. അത് മറ്റുള്ളവർക്ക് അത്ര പിടിച്ചില്ല. അപ്പോൾ ഭഗവാനെ തന്നെ ആദരിക്കാതിരുന്ന, ബാക്കി എല്ലാവരും ആദരിച്ചു, ഒരാൾ മാത്രം ആദരിക്കാതിരുന്നു. അതുകൊണ്ട് ആ വ്യക്തിയെ തന്നെ വധിച്ചു കളയാൻ തീരുമാനിച്ചു. ഇപ്പൊ നമുക്കും മനുഷ്യനും ഈ തരത്തിൽ സ്വഭാവമുണ്ട്. പക്ഷെ എന്നാലും സാധാരണഗതിയിൽ നമ്മളിപ്പം പല സ്വഭാവമുള്ളവരാണ്. ഒരു വേദിയിൽ ചെന്നാൽ ഇല്ലേ, നമ്മൾ എത്ര തന്നെ കേമനാണെങ്കിലും കുറെ പേര് നമ്മളെ നമസ്കരിച്ചു എന്നിരിക്കും, കുറെ പേര് നമ്മളെ ബഹുമാനിച്ചു, ആദരിച്ചു, ഒക്കെ ആദരവൊക്കെ പ്രകടമാക്കിയെന്നിരിക്കും. ചില ആൾക്കാർക്ക് ഈ അജ്ഞതയുടെ കവചത്താൽ, ഇല്ലെങ്കിൽ യഥാർത്ഥ ബോധമില്ലാത്തവര് ചിലപ്പം ബാക്കിയുള്ളവർ കാണിക്കുന്നത് കണ്ടാൽ പോലും അവർക്ക് പിടിക്കില്ല. ഒരാൾ നമസ്കരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ഇയാളൊക്കെ നമസ്കരിക്കണേ, മനുഷ്യ ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വികല്പങ്ങളൊക്കെ സാധാരണഗതിയിൽ എല്ലായിടത്തും കാണുന്നതാണ്. അപ്പം എല്ലാവരും ബഹുമാനിച്ചിട്ട് ആരെങ്കിലും ഒരാൾ കേമനായിട്ടുള്ള ആള് നമ്മളെ അവഗണിക്കുകയോ ചെയ്താലോ നമുക്കും ഈ പറയുന്ന ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ് ഇവിടെ പ്രകടമാകിയതും അതേ സ്വഭാവത്തെ തന്നെ പിടിക്കാതിരുന്നു യുക്തമാണെന്ന് തോന്നി, അവനവന് ശരിയെന്ന് തോന്നിയത് ഈശ്വരനായാലും മറ്റുള്ളവരായാലും മനുഷ്യനായാലും ചെയ്യും. ഇപ്പം ഈശ്വരനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന വരം കൊടുത്തിട്ട്, ആത്മനിയന്ത്രണം ഇല്ലാതെ വരം കൊടുത്തിട്ട്, അത് ഈ വരം കൊടുത്ത ആൾക്ക് തന്നെ പ്രശ്നമായി മാറിയ കഥകളൊക്കെ നമുക്ക് ഇതിഹാസങ്ങളിൽ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ദേവന്മാർക്ക് പോലും തെറ്റുപറ്റാറുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും മനുഷ്യ ശരീരം എടുത്ത് മനുഷ്യ സ്വഭാവം കാണിച്ചുകൊണ്ട് ജീവിക്കുമ്പം മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളും സങ്കല്പ വികല്പങ്ങളും കർമ്മത്തിലുണ്ടാകുന്ന ഗതിവിഗതികളും ഒക്കെ അവർക്കും സംഭവിക്കാറുണ്ട് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും രോമഹർഷനെ ഇദ്ദേഹം വധിച്ചു. അത് ബ്രഹ്മഹത്യാഭാവമാണെന്ന് മറ്റു പണ്ഡിതന്മാർ എല്ലാവരും ചേർന്നിട്ട് തീരുമാനിച്ചു. ബാക്കിയുള്ളവർക്കും അത് അത്ര രസിച്ചില്ല. ബലരാമൻ ഭഗവാനാണെങ്കിൽ പോലും എല്ലാവർക്കും ഭഗവാനെ പറ്റി അറിയാമെങ്കിലും ഈ രോമഹർഷസൂതനെ വധിച്ചത് മറ്റ് പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്കും അത്ര രസിച്ചില്ല. അത് വ്യക്തമാക്കി ബലരാമന്റെ മുമ്പിൽ പറയുകയും കൂടെ ചെയ്തു. എന്നിട്ട്
ഞങ്ങളായിട്ട് ഈ ഇങ്ങനെയൊരു ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ ദോഷം അങ്ങയ്ക്കും ബാധിക്കും എന്ന സൂചന നൽകി ഇതിൻ്റെ പരിഹാരം എന്താ ചെയ്യേണ്ട, പ്രായശ്ചിത്തം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നുമില്ല. എല്ലാം അറിയുന്നവനായിരിക്കുന്ന അങ്ങയ്ക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രായശ്ചിത്തം അങ്ങ് തന്നെ നിശ്ചയിച്ച് ചെയ്യണം എന്നുകൂടി ബ്രാഹ്മണർ ബലരാമനോട് ആവശ്യപ്പെട്ടു. അതാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, നമുക്ക് ഒരുപക്ഷെ ഉചിതവും മറ്റുള്ളവർക്ക് അനുചിതവുമായ ഈ പ്രവൃത്തിക്ക് നാം പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. അതിനാൽ പ്രാമാണികമായ മതഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ തക്കതായ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് നാം കരുതുന്നു. അതോടൊപ്പം ഈ രോമഹർഷസൂതന് ദീർഘമായ ആയുസ്സും വേണ്ടത്ര ശക്തിയും ഇന്ദ്രിയങ്ങൾക്ക് സമ്പൂർണ്ണ ശേഷിയും നൽകി ജീവിപ്പിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും അയാൾക്ക് നൽകാൻ നമുക്ക് സന്തോഷവുമാണ്. നിങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് ഈ വരങ്ങളെല്ലാം നൽകാൻ നമുക്ക് അത്യന്ത സന്തോഷമായിരിക്കും. ഏതായാലും ഭഗവാൻ ഈ പറയുന്ന ഇങ്ങനെ ഗതിവിഗതികൾ സംഭവിച്ചു, കർമ്മത്തിൽ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത. നമുക്കിപ്പോൾ തോന്നുന്നത് ശരിയാണെന്ന് തോന്നിയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്ത് അതിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഹിതകരമല്ലാതെ വന്ന് സംഭവിച്ചാൽ പോലും മറ്റുള്ളവരുടെ പരാതിയോ ഇല്ലേ അതേപ്പറ്റി സങ്കടങ്ങളോ എല്ലാം കേട്ടിട്ട് അതിന് തക്കതായ പരിഹാരം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് അറിയാം. അപ്പോൾ ഭഗവാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഇടവന്നെങ്കിൽ ശരി, നമുക്കൊരു പക്ഷേ ഉചിതവും മറ്റുള്ളവർക്ക് അനുചിതവുമായിട്ടുള്ള ചില പ്രവൃത്തികൾ സംഭവിക്കും. നാം അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുമാണ്. അപ്പം തെറ്റുപറ്റിയാൽ എല്ലാവർക്കും തെറ്റുപറ്റിയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്തത് ഇല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധമുണ്ടായാൽ തന്നെ ഏറ്റവും വലിയ പ്രായശ്ചിത്തമായി എന്ന് പറയാം. ഇവിടെ ഭഗവാൻ ഏതായാലും അതിൽ അഹങ്കരിച്ച് നിൽക്കുക. ഞാൻ ചെയ്താൽ ശരിയെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും കൂടെ ശപിച്ചിട്ട് പോവുമോ ഇല്ലെങ്കിൽ അവർക്ക് ദോഷം വരുത്തുമൊന്നുമല്ല ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹിതകരമായത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇനി ഈ കൊന്നയാളെ, ഈ വധിക്കപ്പെട്ട ആളെ വേണമെങ്കിൽ പുനർജീവിപ്പിക്കാം എല്ലാ ഐശ്വര്യത്തോടും കൂടി, അതും വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതിനാൽ പ്രാമാണികമായ മതഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ തക്കതായ പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ് നമ്മുടെ കടമയാണെന്ന് നാം കരുതുന്നു. അതോടൊപ്പം ഈ രോമഹർഷസൂതന് ദീർഘമായ ആയുസ്സും വേണ്ടത്ര ശക്തിയും ഇന്ദ്രിയങ്ങൾക്ക് സമ്പൂർണ്ണ ശേഷിയും നൽകി ജീവിപ്പിക്കണമെങ്കിൽ അതും എനിക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും അയാൾക്ക് നൽകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് ഈ വരങ്ങളെല്ലാം നൽകാൻ നമുക്ക് അത്യന്ത സന്തോഷമായിരിക്കും. പരമപുരുഷന് എന്ത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്നതിനെ സ്ഥിരീകരിക്കുന്നതാണ് ഭഗവാൻ ബലരാമന്റെ ഈ പ്രസ്താവം. അദ്ദേഹം രോമഹർഷസൂതനെ വധിച്ചത് അനുചിതമാണെന്ന് കരുതിയാൽ പോലും മറ്റുള്ള എല്ലാവർക്കും കൂടുതൽ നേട്ടമുണ്ടാകുന്ന രീതിയിൽ പ്രതിക്രിയ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനാൽ പരമപുരുഷന്റെ പ്രവർത്തികളെ അനുകരിക്കാൻ ആരും പുറപ്പെടരുത്. ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുകയാണ് വേണ്ടത്. അപ്പം ഭഗവാൻ ചെയ്ത പോലെ, അപ്പം എന്തെങ്കിലും എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പരിഹാരം ചെയ്യാനും എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പുറപ്പെടരുതെന്നാണ് പറഞ്ഞത്. ഭഗവാനെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടോ ഇല്ലെങ്കിൽ ഇതൊന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടൊന്നുമല്ല ഈ പ്രവൃത്തി ചെയ്തത്. തന്നെ ബഹുമാനിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ ബ്രഹ്മചാരിയായിരിക്കുന്ന രോമഹർഷസൂതനെ ബലരാമൻ വധിക്കാൻ ഇടവന്നു. അത് മറ്റുള്ള ബ്രാഹ്മണർക്ക് ഒരു മഹായാഗം നടക്കുന്ന വേദിയും കൂടെയാണ്. അവിടെ സംഭവിച്ചത് ശരിക്കും അനുചിതമാണ്. അപ്പോൾ മറ്റുള്ള പണ്ഡിതന്മാരും മഹാത്മാക്കളും എല്ലാം ചേർന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എന്തായാലും ഒരു ബ്രാഹ്മണനെ വധിച്ചത് ഈ ഇങ്ങനെ ഒരു മഹായാഗത്തെ സന്ദർഭത്തിൽ അത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അദ്ദേഹത്തെ വ്യാസപീഠത്തിൽ ഇരുത്തിയത്. അദ്ദേഹത്തിന് അഗ്രസ്ഥാനം കൊടുത്തത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അപ്പം അദ്ദേഹം തെറ്റ് ചെയ്തു ഇല്ലേ, അദ്ദേഹം അപമാനിച്ച അദ്ദേഹത്തിനെ വധിച്ചു എന്ന് പറഞ്ഞാൽ ആ അപമാനം ഞങ്ങൾക്കും കൂടെ ബാധിക്കും. അതുകൊണ്ട് അങ്ങ് ചെയ്തത് എന്തായാലും അനുചിതമായി പോയി, ബ്രഹ്മഹത്യാപാപമാണ് ചെയ്തത്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം കൂടെ അങ്ങ് നിർദ്ദേശിക്കണം. എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറയുന്നില്ല, അത് വേണ്ടതുപോലെയൊക്കെ ചെയ്യാൻ അങ്ങേക്ക് അറിയാം, അങ്ങ് എല്ലാം അറിയുന്നവനാണ് എന്നൊക്കെ ബാക്കിയുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് തനിക്ക് പറ്റിയ അബദ്ധം ഇല്ലെങ്കിൽ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ചില പരാജയങ്ങൾ അല്ലെ ചില തെറ്റുകൾ നമ്മളെ കൂടുതൽ ശ്രേയസ്സിലേക്ക് എത്തിക്കും. അപ്പോൾ ബലരാമൻ ഇങ്ങനെ
രോമഹർഷസൂതനെ വധിച്ചത് കൊണ്ട് അയാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്നും അതിന് ഉചിതമായ പ്രായശ്ചിത്തം ചെയ്ത് നിങ്ങളുടെ യാഗം പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമാക്കുന്നതിനുള്ള എല്ലാ വരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകാൻ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരാഗ്രഹിച്ചതൊക്കെ സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം പരമപുരുഷനായിരിക്കുന്ന ഭഗവാന് എന്തും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നതിനെ സ്ഥിരീകരിക്കുന്നതാണ് ബലരാമന്റെ ഈ പ്രസ്താവം. അദ്ദേഹം രോമഹർഷസൂതനെ വധിച്ചത് അനുചിതമാണെന്ന് കരുതിയാൽ പോലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ പ്രതിക്രിയ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഈശ്വരനാകുന്നതുകൊണ്ടാണ് കഴിയുക. അതിനാൽ പരമപുരുഷന്റെ പ്രവർത്തികളെ ഒരിക്കലും ഇത്തരത്തിൽ അനുകരിക്കാൻ പുറപ്പെടരുത്. നമ്മൾ ബ്രഹ്മചാരിയായി എന്ന് കരുതിക്കൊണ്ട് ഭഗവാൻ ചെയ്തതുപോലെയൊക്കെ അനുകരിക്കരുത്. ഭഗവാന്റെ വേഷം പോലും കെട്ടി നടക്കരുത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട്. പൗണ്ഡ്രന്റെ വധ സമയത്ത് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ വേഷം കെട്ടി ആരും നടക്കരുത്, എന്നെ അനുകരിക്കാൻ ശ്രമിക്കരുത്, എന്നാൽ എൻ്റെ പ്രവൃത്തികളെ അനുസരിക്കാൻ ശ്രമിക്കണം. ഞാൻ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ബലരാമന്റെ പ്രവൃത്തി അനുചിതം എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിയാലും ജ്ഞാനികളായിട്ടുള്ള ഋഷിമാർ അത് കരുതിയെങ്കിലും അവർക്ക് പോലും ഭഗവാന്റെ പ്രവൃത്തി അത്ര രുചിച്ചില്ല എങ്കിൽ പോലും കൂടുതൽ നേട്ടം ഉണ്ടാക്കി കൊടുത്തത് അതിൻ്റെ കുറവ് പരിഹരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ബാക്കിയുള്ളവർക്കും ബോധ്യപ്പെട്ടു. രോമഹർഷനെ വധിക്കുക എന്ന ഭഗവാന്റെ ദൗത്യം നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കാനായിട്ട് അവർ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാനെ, രോമഹർഷസൂതനെ വധിക്കാനുള്ള അങ്ങയുടെ കുശ ആയുധത്തിൻ്റെ അസാധാരണമായ ഉപയോഗം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ചില നിയോഗങ്ങൾ യോഗങ്ങളായി ഭവിക്കും. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.